إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു റമളാനിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള അപാരമായ അനുഗ്രഹമാണ് റമളാൻ എന്നുള്ളത്. പലപ്പോഴും 27-ാം രാവ് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞു എന്ന പ്രതീതിയാണ് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പള്ളികളെല്ലാം ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളികളിൽ ഇരുന്നിരുന്ന ആളുകളൊക്കെ നമസ്കാരത്തിന് പോലും സമയം കണ്ടെത്താൻ കഴിയാത്ത വിധം അവർ പള്ളികളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയത്. അതുവരെ വേണ്ടത്ര ശ്രദ്ധയില്ലാതിരുന്ന, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശ്രദ്ധയില്ലാതിരുന്ന, ഖുർആൻ പാരായണങ്ങൾക്ക് ശ്രദ്ധയില്ലാതിരുന്ന, നന്മകൾ ചെയ്യാനുള്ള വലിയ താല്പര്യമൊന്നുമില്ലാതിരുന്ന നമ്മൾ ശവ്വാലിന്റെ പിറവി കണ്ടപ്പോൾ, റമളാനിന്റെ പിറവി കണ്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു പരിവർത്തനമുണ്ടായി. നമ്മുടെ ഭക്ഷണപാനീയങ്ങളിൽ മാത്രമല്ല പരിവർത്തനം, മാറ്റമുണ്ടായത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടായത് റമളാനിന്റെ പിറവി കണ്ടത് മുതലാണ്. ഇനി പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഇനി നമ്മൾ ഈ റമളാനിൽ നിന്ന് വിരമിക്കുന്നതും ഒരു ചന്ദ്രപ്പിറവിയോടെയാകണം, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി. നിങ്ങൾ ചന്ദ്രപ്പിറവി കണ്ടാൽ നോമ്പെടുക്കുക,
നിങ്ങൾ ചന്ദ്രപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിച്ച് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇൻ ഗുബിയ അലൈക്കും, എന്നാൽ ചന്ദ്രനുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം മേഘം അതിന് മറയിട്ടിട്ടുണ്ട് എങ്കിൽ ഫഅക്മിലു ഇദ്ദത 30, നിങ്ങൾ 30 പൂർത്തിയാക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, റമദാൻ 29-ന് നമ്മൾ മാസം കാണുകയാണെങ്കിൽ പിന്നീട് അടുത്ത ദിവസം ശവ്വാൽ അത് 31 എന്നാൽ അത് കണ്ടില്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി പിന്നീട് അടുത്ത ദിവസമായിരിക്കും ശവ്വാൽ 1 നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഈ റമദാനിലൂടെ കടന്നുപോയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുടെ കറയുണ്ടായിത്തീരാൻ പാടില്ല. പാപങ്ങളുടെ കറയുമായി കൊണ്ട് ശവ്വാലിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരാണ്. ഒരു സംശയവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആമീൻ പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രാർത്ഥന ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. റമദാനിലൂടെ കടന്നു പോകാൻ സൗഭാഗ്യം ലഭിക്കപ്പെട്ടിട്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നായിരുന്നു മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അതിനെ ലോകം കണ്ട മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലക്കാണോ നമ്മൾ ശവ്വാലിലേക്ക് എത്തിപ്പെടുന്നത്? അതല്ല കേവലം പട്ടിണി മാത്രം അവശേഷിച്ച് ഉറക്കം നഷ്ടപ്പെട്ടവരായി മാത്രം റബ്ബിന്റെ അടുക്കൽ ഒരു പ്രതിഫലവും ഇല്ലാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരായി കൊണ്ടാണോ നമ്മൾ ശവ്വാലിലേക്ക് നീങ്ങുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനിയും നമുക്ക് സമയം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവസാന നിമിഷം വരെ, ശവ്വാലിന്റെ ചന്ദ്രപ്പിറവി കാണുന്നത് വരെ ഒരു നോമ്പിന്റെ എല്ലാ പുണ്യങ്ങളും നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പടച്ച റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, പശ്ചാത്തപിച്ചു മടങ്ങാൻ മനസ്സിൽ അതിയായ തീരുമാനമെടുത്തുകൊണ്ട് അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, പാപം എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്, ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല, ആ പാപം എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഹൃദയം തുറക്കാൻ നമ്മൾ തയ്യാറായാൽ അത് സ്വീകരിക്കാൻ പടച്ച റബ്ബ് തയ്യാറാണ് എന്നാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ് എന്ന്. പക്ഷേ നമുക്ക് സമയത്തെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഈ റമദാനിന്റെ രാപ്പകലുകൾ അവസാന നിമിഷങ്ങൾ വരെ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ സൗഭാഗ്യവാന്മാരായ മനുഷ്യരാകും. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു 2-2.25 കിലോ ധാന്യം നൽകിയാൽ പരിഹരിക്കപ്പെടുന്ന തെറ്റുകളെ പിന്നീട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്. അതാണ് ഫിത്ർ സക്കാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്തിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ്? തുഹറത്തൻ ലിസ്വായിം, നോമ്പുകാരനൊരു ശുദ്ധീകരണമാണത്. കണ്ടോ, അവന്റെ ജീവിതത്തിൽ റമദാനിന്റെ ഒരുപക്ഷേ രാപ്പകലുകളിലും ചെറിയ ചെറിയ അപാകതകൾ വന്നിട്ടുണ്ടാകുന്ന, അപ്പൊ അതിനുള്ള ഒരു പരിഹാരമാണ് ഈ ഫിത്ർ സക്കാത്ത്. അതാണ് നോമ്പുകാരനെ ശുദ്ധീകരിക്കാനാണ്. നോമ്പുകാരന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറിയ ചെറിയ അപാകതകൾ, വലുതൊന്നും പിന്നെ ഉണ്ടാകാൻ പാടില്ല. എല്ലാ പാപത്തിൽ നിന്നും മുക്തമായ ഹൃദയമാകണം അവന്റെ. എന്നാലും ചെറിയ ചെറിയ അപാകതകൾ അവന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ഈ 2.25 കിലോ ധാന്യം നൽകിയാൽ പരിഹരിക്കപ്പെടാവുന്ന തെറ്റേ ഒരു നോമ്പുകാരന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ സഹോദരങ്ങളെ.
അത് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് എത്തിക്കേണ്ട ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ അതും പരിഹരിക്കപ്പെടുന്നു. അങ്ങനെ 100% ഒരു പാപക്കറയുടെ കുത്തുപോലും ഹൃദയത്തിലില്ലാതെ അള്ളാഹുവിലേക്ക് തക്ബീർ ധ്വനികൾ ഉച്ചരിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് വരാൻ കഴിഞ്ഞാൽ അവരാണ് സ്വർഗത്തിന്റെ അവകാശികളായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നിലക്ക് ആരാണോ അവന്റെ ചെറിയ ചെറിയ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആ നിലക്ക് അവൻ ഫിത്ർ സക്കാത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതവന്റെ പാപങ്ങൾക്കുള്ള തെറ്റുകൾക്കുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളാണ്. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുഅമത്തുൽ ലിൽ മസാകീൻ, അത് പാവപ്പെട്ടവർക്കുള്ള ഒരു നേരത്തെ ഭക്ഷണവുമാണ്. മൻ അദ്ദാഹാ ഖബല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും അതേ ഈദ്ഗാഹിലേക്ക് നമസ്കാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുന്ന ഫിത്ർ സക്കാത്താണ്. വമൻ അദ്ദാഹാ ബഅദ സ്വലാത്ത്, നമസ്കാരത്തിന് ശേഷമാണോ അതിനെ ആരെങ്കിലും നൽകുന്നതെങ്കിൽ ഫഹിയ സ്വദഖത്തും മിനസ് സ്വദഖാത്ത്, അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടില്ല. അത് കേവലം ഒരു സദഖ തന്നെയാണ്. അതൊരു സദഖയാകുള്ളൂ, അത് ഫിത്ർ സക്കാത്ത് ആകൂല. അപ്പൊ അത് കൊടുക്കേണ്ട അവസാന സമയം എന്ന് പറഞ്ഞാല് നമ്മൾ ഈദ്ഗാഹിലേക്ക് ആ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന്റെ മുമ്പ് വരെ കൊടുക്കാം. ആ നിസ്കാര ശേഷമാണ് കൊടുക്കണമെങ്കിൽ അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രയത് കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅം മിൻ തംറിൻ ഔ സഅം മിൻ ശഈരിൻ, അല്ലേ, ഒരു ആണ് കൊടുക്കേണ്ടത്. കണ്ടോ, തംറോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള ആ നാട്ടിലുള്ള പ്രാഥമികമായി അവര് കഴിക്കുന്ന ഭക്ഷണം ഏതോ അത് ഒരു കാരണം മദീനത്തെ ഒരു ആണ്. മദീനത്തെ ഒരു പറഞ്ഞാല് ഒരു 2 കിലോ 40 ഗ്രാമും വരുന്നതാണ്. അത്ര എണ്ണ നമ്മൾ 2.25 കൊടുക്കാറില്ല. കൂടിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറയാൻ പാടില്ല. അപ്പൊ ആ നിലക്ക് ഓരോ വ്യക്തിക്കും കൊടുക്കണം എന്നാണ്. ഇപ്പോൾ പ്രസവിച്ച ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനും ഈ ഫിത്ർ സക്കാത്ത് നൽകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. നമ്മളെ വീട്ടിൽ 4 ആളുണ്ട്, ഒരു കുഞ്ഞിപ്പോ പ്രസവിച്ചതുകൊണ്ട്, അങ്ങനെ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കും കൊടുക്കണം നമ്മൾ. അത് കൊടുക്കേണ്ടത് പണമായിട്ടല്ല, എന്നാൽ പണമായി ഏൽപ്പിക്കാം. അത് ധാന്യം മേടിച്ച് അത് നൽകുന്ന ആളുകളെ ഏൽപ്പിക്കുക, അതിന് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ വില കൊടുക്കാൻ പാടില്ല. അപ്പൊ എല്ലാവർക്കും കൊടുക്കണം എന്ന് വെച്ചാൽ ആ പെരുന്നാളിന്റെ ദിവസത്തിൽ ഒരു വീട്ടിൽ കഴിക്കാനുള്ള ഭക്ഷണം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നാണ്. കണ്ടോ, അപ്പൊ ഇതിന് മുൻഗണന കൊടുക്കേണ്ടത് ഫക്കീറുകളായ ആളുകൾക്കാണ്, പാവപ്പെട്ടവരായ മിസ്കീനുകളായ ആളുകൾക്കാണ്, അവർക്കാണ് മുൻഗണന എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് കറക്റ്റായി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 2 ദിവസം മുമ്പേ അവർ ഇത് കൊടുത്തു തുടങ്ങിയിരുന്നു എന്നാണ്. നമുക്ക് 2 ദിവസം മുമ്പ് തന്നെ എന്ത് ചെയ്യാം, വീടുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാം. അപ്പൊ അത് നമ്മൾ നോമ്പുകാരായ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് വിശുദ്ധിയാണ്. കണ്ടോ, ഇതിലെല്ലാം അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള വിശുദ്ധി കൈവരിക്കുക എന്നുള്ളതാണ്. ആ വിശുദ്ധി കൈവരിക്കാത്തവനായിക്കൊണ്ട് പ്രിയമുള്ളവരെ പെരുന്നാളിലേക്ക് നമ്മൾ കടന്നു വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായ നിലക്കാണ് നമ്മൾ ശവ്വാലിലേക്ക് കടന്നു പോകേണ്ടത്. ഇനിയും നമുക്ക് 2-3 ദിവസങ്ങൾ ഒരു പക്ഷേ ലഭിച്ചേക്കാം, അല്ലേ? ഇന്ന് നോമ്പ് 27. ഒന്നുകിൽ ശനിയും ഞായറും അതെന്തായാലും നമുക്ക് ലഭിക്കും. ഒരു പക്ഷേ നമുക്ക് തിങ്കളും ലഭിക്കുകയാണെങ്കിൽ 3 ദിവസം നമുക്ക് ലഭിക്കും. ആ 2 അല്ലെങ്കിൽ 3 ദിവസവും 1 സെക്കൻഡ് പോലും പാഴാക്കാതെ, അങ്ങാടികളിൽ നിന്ന് ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് കയറി ഇറങ്ങാതെ അള്ളാഹുവിന്റെ പരലോകത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ അധ്വാനിക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹിന്റെ ഭവനങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത് പോലെ ഇരുന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് തേടിക്കൊണ്ടിരിക്കുക. കരഞ്ഞ് റബ്ബിലേക്ക് തേടിയാൽ എല്ലാം സ്വീകരിക്കാൻ റബ്ബ് റെഡിയാണ് എന്ന്. ഇനി തീർന്നില്ല പ്രിയമുള്ളവരെ, ഈ റമദാനിൽ ഒന്നും നിലക്കൊന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണ പാനീയങ്ങൾ
നമ്മൾ ഒഴിവാക്കിയത് തുടർത്താമെന്നതല്ലാതെ റമദാൻ കഴിഞ്ഞാലും നമ്മുടെ രാത്രി നമസ്കാരം അത് ഒഴിവാക്കാൻ പാടില്ല. ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് നമ്മൾ പ്രിയമുള്ളവരെ മുന്നിട്ട് വന്നവരാണ് അല്ലേ? മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഇശാ വരെ കാത്തിരുന്നവർ, ളുഹർ കഴിഞ്ഞാൽ അസർ വരെ കാത്തിരുന്നവർ, അസർ കഴിഞ്ഞാൽ മഗ്‌രിബ് വരെ കാത്തിരുന്നവർ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മഗ്‌രിബ് നമസ്കാര ശേഷം അവിടുന്ന് തന്റെ റൂമിലേക്ക് പോയി. സഹാബത്ത് അവിടെ തന്നെ ഇരിക്കാൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവിടെ തന്നെ ഇരിക്കാണ്. ഇശാഇന് വന്നപ്പോൾ അതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് വരുമ്പോൾ എല്ലാ സഹാബിമാരും അവിടെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സ്വഹാബാ, എന്താണ് നിങ്ങളുടെ റബ്ബ് പറയുന്നതെന്നറിയുമോ? എന്റെ അടിമകളിലേക്ക് നോക്കൂ എന്ന് മലായികത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവരതാ ഒരു ഫർദ് കഴിഞ്ഞ് മറ്റൊരു ഫർദിനെ കാത്തിരിക്കുകയാണ്. കണ്ടോ, അല്ലാഹ് ഇവരെ കുറിച്ച് ഒരു ഫർദ് കഴിഞ്ഞ് അടുത്തൊരു ഫർദ് വരെ പള്ളിയിൽ കാത്തിരുന്നവരെ കുറിച്ച് അഹങ്കാരത്തോടു കൂടി ഫഖർ പറയാണ് എന്നാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ എന്റെ അടിമകൾ, ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിമകളിലേക്ക് നോക്ക് എന്ന് അല്ലാഹു മലക്കുകളോട് കണ്ടോ ഫഖർ പറയാനെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു ഫർദ് കഴിഞ്ഞ് അടുത്തൊരു ഫർദിന് കാത്തിരിക്കുകയാണ്. റമദാൻ നമ്മൾ പള്ളിയിലിരുന്നു അല്ലേ? ഓരോ ഫർദുകളും ബാങ്ക് വിളിക്കുമ്പോഴേക്ക് നമ്മൾ പള്ളിയിലെത്തി, ജമാഅത്തിൽ പങ്കെടുത്തു. സഹോദരങ്ങളെ, ഇത് റമദാനിൽ മാത്രമുള്ള ഏർപ്പാടല്ല. എല്ലാ ദിവസങ്ങളും ഇനിയും ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ വീടുകളിൽ ഇരിക്കാൻ കഴിയാതെ, നമ്മുടെ കടകളിൽ ഇരിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വരാൻ കഴിയുന്നുവെങ്കിൽ ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെട്ടു എന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ ഈ റമദാൻ നമുക്ക് പരാജയം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കാൻ നമ്മൾ പരിശ്രമിച്ചവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം റമദാൻ കഴിയുന്നതോടുകൂടി, റമദാൻ വിട പറയുമ്പോൾ ഖുർആനിനോട് നമ്മൾ വിട പറയാൻ പാടില്ല. ഖുർആൻ പഠനത്തോട് വിട പറയാൻ പാടില്ല. സ്വതക്കകൾ അത് അവസാനിക്കാൻ പാടില്ല. ഒരു നന്മക്കും അന്ത്യമില്ല. നമ്മൾ മരണത്തോടുകൂടെ മാത്രമേ പ്രിയമുള്ളവരെ നന്മകൾ അവസാനിക്കാൻ പാടുള്ളൂ. മരിച്ചാലും അവസാനിക്കാത്ത നന്മകളുടെ വക്താക്കളാകണം മുസ്ലിം സമൂഹം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മരിച്ചാലും നന്മ അവസാനിക്കാൻ പാടില്ല. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ജാരിയായ സ്വതക്കുകളുടെ അവശേഷിപ്പുകൾ ഭൂമി ലോകത്ത് നിലനിർത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവരാണ് സൗഭാഗ്യവാന്മാരായ ആളുകൾ അല്ലേ? നമ്മൾ മരിച്ചാലും നന്മ മുറിഞ്ഞു പോകാൻ പാടില്ല എന്നാ. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനോടുകൂടി നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കപ്പെട്ടുകൂടാ. രാത്രി നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ അത് റമദാനിൽ സുന്നത്തുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത നിലയ്ക്ക് എല്ലാ ദിവസവും രാത്രി നമസ്കാരമുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ കിടന്നുറങ്ങിയാൽ സഹോദരങ്ങളെ, ഇടക്കൊന്ന് എണീറ്റ് ഒരു മിനിമം ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിക്കുന്ന ഒരു ചര്യ, ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം അതുവമാ വഇൻ ഖല്ല, നിരന്തരം നിലനിർത്തിക്കൊണ്ടു പോകുന്ന കർമ്മങ്ങളാണ്. അത് കുറച്ചാണെങ്കിലും ശരി. കണ്ടോ, 11 റക്അത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിരന്തരം ഈ രാത്രി നമസ്കാരം എല്ലാ ദിവസങ്ങളിലും പ്രിയമുള്ളവരെ നമ്മൾ ഒരു മിനിമം 3 റക്അത്തെങ്കിലും നിർവഹിക്കുക. ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ അവർക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല അല്ലേ? അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അവർ രാത്രിയുടെ 1/3 ഭാഗമാകുമ്പോൾ അവർ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കും. 29 30 റമദാനുകളിൽ നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ സമയം, ആ സമയമാണ് സുഹൃത്തുക്കളെ രാത്രിയുടെ 1/3 ഭാഗം. അതെ, 2 ഭാഗം അവസാനിച്ച് 3ാമത്തെ ഭാഗമാകുമ്പോൾ കിടന്നുറങ്ങുന്ന മുഅ്മിനായ മനുഷ്യൻ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹു പറയാണ്, അവരുടെ പാർശ്വങ്ങളതാ അവരുടെ കിടക്കപ്പായിൽ നിന്ന് അതേ ഉയർന്നു പൊങ്ങുകയാണ്. അലാറം വെച്ചെഴുന്നേൽക്കുന്നു എന്നല്ല,
അവർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി നിമിത്തം അവരുടെ പാർശ്വങ്ങൾ കിടക്കപ്പായിൽ നിന്ന് ഉയർന്നു പോകുകയാണ്. എന്നിട്ട് എന്താ പറയുകയാണ്? അവരെ എഴുന്നേൽപ്പിച്ചത് പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടിയാണ്, അള്ളാഹുവിലുള്ള പ്രതീക്ഷകളാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്, പടച്ച റബ്ബിനോട് പാപമോചന തേട്ടം നടത്തുകയാണ്. കണ്ടോ, അവരാണ് സ്വർഗത്ത് പോണ ആളുകൾ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർ രാത്രിയുടെ 2/3 കഴിഞ്ഞാൽ എഴുന്നേറ്റുകൊണ്ട് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, 29-30 ദിവസം ട്രെയിനിങ് കിട്ടാൻ, ആ സമയത്ത് എണീക്കാൻ, അതുവരെ സുബഹി ബാങ്ക് പോലും കേൾക്കാത്ത മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യരെ 29 ദിവസം അവൻ സുബഹി ബാങ്ക് കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് ബാങ്ക് എന്നവനറിയാം, എപ്പോഴാണ് അവിടെ ഇഖാമത്ത് കൊടുക്കുന്നവനറിയാം. സഹോദരങ്ങളെ, ഇനി നമുക്ക് പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് 29 ദിവസത്തെയോ 30 ദിവസത്തെയോ ട്രെയിനിങ് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ട് ഇതേ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുക, ഒരു മിനിമം 3 റക്അത്തെങ്കിലും നമസ്കരിക്കുക. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ പള്ളിയിലേക്ക് ഈ റമളാനിന്റെ പ്രഭാതങ്ങളിൽ നമ്മൾ നടന്നു പോയതുപോലെ നമ്മൾ നടന്നു പോവുക, പടച്ച റബ്ബിന് ശുക്ർ കാണിക്കുക. അതാ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്വതക്കകൾ ഈ റമളാനിൽ നമുക്ക് കഴിയാവുന്ന അത്രയും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി നമ്മൾ നൽകിയവരാണ്. എന്നാൽ അതിനും അവസാനമില്ല. ഇനി അങ്ങോട്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആരാധനകൾ, നമ്മുടെ നന്മകൾ, ഇതൊന്നും അവസാനിക്കാൻ റമളാൻ കഴിയുമ്പോൾ അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. പടച്ച റബ്ബിലേക്ക് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അമലു സാലിഹാത്തുകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക, ഖുർആൻ പഠനം അത് നടത്തിക്കൊണ്ടേയിരിക്കുക, ഖുർആൻ പാരായണം അത് നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുക. ഒന്നിലും അവസാനമില്ല, ഒരു നന്മക്കും അവസാനമില്ല, മരണത്തോടുകൂടെയല്ലാതെ. നമ്മൾ മരിക്കുമ്പോഴേ പ്രിയമുള്ളവരെ നമുക്ക് ആ നന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവിടുന്ന് കരയാണ്, അല്ലേ? ആയിരക്കണക്കിന് ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്ത പ്രവാചകാനുചരനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അസ്ഹാബു സുഫയിൽപ്പെട്ട സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്ന് കരയാണ്. നോക്കൂ നിങ്ങൾ, എന്തേ കാരണം? അദ്ദേഹം പറയാണ് തന്റെ കൂടെയുള്ള ആളുകളോട്, ഇനി എനിക്ക് നന്മ ചെയ്യാനുള്ള അവസരമില്ല, ദാ ഞാൻ മരണത്തോട് അടുത്ത് നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു പേടി, അല്ലേ? ജീവിതം മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് കരഞ്ഞുവെങ്കിൽ നമ്മളൊക്കെ എത്ര കരയണം സുഹൃത്തുക്കളെ. എന്ത് നന്മയാ നമ്മുടെ കൈകളിലുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, പടച്ച റബ്ബിലേക്ക് നന്മകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ തയ്യാറാകണം. ഒരിക്കലും നന്മകൾ അവസാനിച്ചുകൂടാ. ഏതാനും ദിവസമാണ് നമുക്ക് ഈ അനുഗ്രഹീതമായ റമളാൻ അള്ളാഹു നൽകിയിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയാണ്? പടച്ച റബ്ബിനോടുള്ള ശുക്റാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. ലോകത്ത് അതേ പ്രവാചകന്മാരുടെ പിതാവായിട്ട് പോലും, പ്രവാചകന്മാരുടെ ഭാര്യമാരായിട്ട് പോലും, പ്രവാചകന്മാരുടെ മക്കളായിട്ട് പോലും ഹിദായത്ത് ലഭിക്കപ്പെടാതെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ എത്രയോ ആളുകളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹിന്റെ കൂട്ടുകാരനായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബിയുടെ പിതാവിനെ ഈ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇബ്രാഹിം നബിക്ക് സാധിച്ചിട്ടില്ല, അല്ലേ? ഇബ്രാഹിം നബിയുടെ പിതാവ് ഏറ്റവും മോശമായ നിലക്ക് സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ കൂട്ടുകാരൻ എന്നുള്ള വിശേഷിപ്പിച്ച പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകന്റെ പിതാവായിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവ്വലുർ റസൂൽ, ഒന്നാമത്തെ പ്രവാചകനാണ്, ഒന്നാമത്തെ റസൂലാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ മകൻ രക്ഷപ്പെടുത്താൻ ആ പിതാവിന് പ്രവാചകനായിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. ഹിദായത്ത് എന്ന തൗഫീഖ് സഹോദരങ്ങളെ, അത് പടച്ച റബ്ബ് അവന്റെ അടിമകൾക്ക് നൽകുന്ന അപാരമായ അനുഗ്രഹമാണ്. ലോകത്തൊരു മനുഷ്യനും നൽകാൻ കഴിയാത്ത ഹിദായത്ത്, ആ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് പടച്ച റബ്ബ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
തന്റെ പിതൃവൻ ലോകത്തോട് വിട പറയാൻ വേണ്ടി കിടക്കുമ്പോ പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറയുന്നുണ്ട്, യാ അമ്മ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറയാൻ. ആരാറി? തന്റെ പിതൃവ്യനാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം മരിക്കാൻ പോകുക. പ്രബോധനത്തിൽ ഏറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച വ്യക്തിത്വമാണ്. മരിക്കണ സമയത്ത് പറ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം എന്റെ പൂർവ്വപിതാക്കളുടെ മതത്തിലായി ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ മരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കണ്ണിൽ നിന്ന് കണ്ണ് നീറിറ്റ് വീണുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഏഴാം ആകാശത്തിന്റെ പുറത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വഹയി കൊടുക്കുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നബിയേ, അങ്ങ് ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ അങ്ങേക്ക് കഴിയില്ല, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അല്ലാഹു ഹിദായത്തിലാക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. ആ ഹിദായത്തിലേക്കാണ് പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പടച്ച റബ്ബിന് ശുക്ർ നടത്തിയേ മതിയാകൂ, പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞേ മതിയാകൂ. നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് സുഹൃത്തുക്കളെ, എന്ത് ക്വാളിറ്റി ഉണ്ട്. നമ്മളൊക്കെ അല്ലാഹു ഈ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ എന്ത് ക്വാളിറ്റിയാ നമുക്കുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ടും പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ വെളിച്ചത്തിലേക്ക് തൗഹീദിന്റെ മാർഗത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചുവെങ്കിൽ ആ റബ്ബിനോട് നമ്മൾ അപാരമായ നന്ദി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുക സഹാബത്തിനോട്, നാളെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരാൾക്കും കഴിയില്ല അവന്റെ അമലുകൾ കൊണ്ട്. അവന്റെ അമലുകൾ കൊണ്ട് ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. സഹാബത്ത് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, നബി അങ്ങേക്കും പോകാൻ കഴിയില്ലേ? അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ അങ്ങേക്കും കഴിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല സഹാബ ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ. അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഫളൽ കൊണ്ടും എന്നെ മൂടിയില്ല എങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഈ നോമ്പെടുത്താൽ എല്ലാമായി എന്ന് നമ്മൾ ചിന്തിക്കണ്ട. രാത്രി നമസ്കരിച്ചാൽ എല്ലാമായി എന്നാരും ചിന്തിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന തന്റെ കൂടെയുള്ള 10 സഹാബിമാരോടാണ് പറഞ്ഞത്, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന. ജീവിച്ചിരിക്കുന്ന 10 സഹാബിമാരുടെ മുഖത്ത് നോക്കി, സ്വർഗത്തിലാണ് അബൂബക്കറെ, സ്വർഗത്തിലാണ് ഉമറെ, സ്വർഗത്തിലാണ് ഉസ്മാൻ, സ്വർഗത്തിലാണ് അലി റളിയല്ലാഹു അൻഹും. എന്നിട്ട് അവരാരും ആസ്വദിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, എന്റെ പ്രവാചകൻ ഞാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെനിക്കൊരു ആശ്വാസമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു മാറി നിന്നവരല്ല പ്രവാചകാനുചരന്മാരായ സഹാബിമാർ. മറിച്ച് അവർ സ്വർഗത്തിന് വേണ്ടി അതിവേഗതയിൽ സഞ്ചരിച്ചവരാണ്, സ്വർഗത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്, സ്വർഗത്തിന് വേണ്ടി അവർ അവരുടെ സമയത്തെ മാറ്റിവെച്ചവരാണ്, സ്വർഗത്തിന് വേണ്ടി അവരുടെ സമ്പത്ത് അവർ വിനിയോഗിച്ചവരാണ്. എന്നിട്ടും അവർക്ക് ആശ്വാസം ഉണ്ടായിട്ടില്ല. എല്ലാം നൽകിയിട്ടും വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്, വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പടച്ച റബ്ബ് അവർക്ക് നൽകി എന്തെല്ലാം അനുഗ്രഹമുണ്ടോ എല്ലാം പടച്ച റബ്ബിനെ അവർ തിരിച്ചു നൽകി. എന്നിട്ടും അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊണ്ടു എന്നാണ്. പേടിച്ചു വിറകൊണ്ടു എല്ലാം പടച്ചോന് കൊടുത്തിട്ടും എന്നിട്ടും അവർക്ക് ഭീതിയുണ്ടായി. അവരുടെ സമയം അവർ നൽകി, അവരുടെ ജീവൻ അവർ നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി പറയുമ്പോൾ അവർ ഒരു പേടിയുമില്ലാതെ ഒരു മടിയുമില്ലാതെ ഇറങ്ങി പുറപ്പെട്ടവരാണ്. നബിയേ, എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുക? ഈ യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോയാൽ എന്ത് ലഭിക്കും? സ്വർഗമുണ്ട്, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ ആ മുഴുവൻ ഭാഗം പോലും കഴിക്കാൻ തയ്യാറാകാതെ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി തിരിച്ചവർ തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്ക സമയത്ത് വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ മാത്രം ഭാര്യയുമായി ജീവിച്ച് യുദ്ധത്തിന്റെ ആഹ്വാനം ഉണ്ടായപ്പോൾ ആ ഭാര്യയെ വിട്ടുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഷഹീദായ പ്രവാചകാനുചരന്മാർ
ലോകത്തെ ചരിത്രം സൃഷ്ടിച്ച നമ്മുടെ മുൻഗാമികളാണ്. അവർ സ്വപ്നം കണ്ടത് സ്വർഗമാണ്. പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിന് വേണ്ടി നിലക്കാത്ത നന്മകളുടെ തുടർച്ചകൾ നമുക്കുണ്ടാകണം. അതെ, ഒരിക്കലും നമ്മൾ ആശ്വസിച്ചുകൂടാ. എന്റെ നോമ്പ്, എന്റെ നമസ്കാരം, എന്റെ ഖുർആൻ പാരായണം, എന്റെ ദിക്റുകൾ, എന്റെ നന്മകൾ, അതെല്ലാം എനിക്ക് സ്വർഗത്തിൽ പോകാൻ പര്യാപ്തമാണ്, ഇനി ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്ന നിലക്കുള്ള ഒരു ജീവിതം ഒരു മുഅ്മിനിനുണ്ടായിക്കൂടാ. മറിച്ച് ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം, ഈ നന്മകളുടെ തുടർച്ചകൾ ഉണ്ടാകണം. മാറിക്കൊണ്ടുവന്ന നമ്മുടെ ജീവിത രീതികൾ പ്രിയമുള്ളവരെ അത് തുടർത്തിക്കൊണ്ടുപോകണം. ഇപ്പോൾ 4:30 എണീക്കുന്നവർ ഇനി മുതൽ 4:30 എണീക്കുന്നവരാകണം. 4 മണിക്ക് എഴുന്നേൽക്കുന്നവർ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാകണം. 5 നേരം പള്ളിയിലേക്ക് വന്നിരുന്നവർ, അവിടെ നമുക്ക് കച്ചവടം തടസ്സമായിരുന്നില്ല, അവിടെ മറ്റെന്തെങ്കിലും നമുക്ക് തടസ്സമായിരുന്നില്ല. ഇനിയും പ്രിയമുള്ളവരെ അത് തടസ്സമാകാൻ പാടില്ല. പള്ളിയിലേക്ക് കൃത്യമായി വരണം. സുബഹി ജമാഅത്തിന് 2 പേരുണ്ടായിരുന്നിടത്ത് 20 പേരിലേക്ക് ഈ റമദാനിൽ എത്തപ്പെട്ടു എങ്കിൽ ഇനി അങ്ങോട്ട് ആ 20 തുടർന്നു കൊണ്ടേയിരിക്കണം. അങ്ങനെ മരണം വരെ നന്മകൾ ചെയ്യുന്ന ആളുകളാണോ അവർക്കാണ് ഈ റമദാൻ കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്, അവർക്കാണ് സംസ്കരണം ലഭിക്കപ്പെട്ടവർ. ഖുർആൻ പറഞ്ഞു, അങ്ങനെ സംസ്കരിക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമകളാണോ നിശ്ചയം അവനാണ് വിജയിച്ചവൻ. അതിനെ ഹൃദയത്തെ ആരാണോ മലിനീകരിച്ചത്, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാകാത്ത ഹൃദയവുമായി കൊണ്ട് ആരാണോ മുന്നോട്ട് പോകുന്നത് അവൻ പരാജയമടഞ്ഞവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ നമ്മുടെ നന്മകൾ തുടർത്തിക്കൊണ്ടിരിക്കണം. റമദാൻ കഴിഞ്ഞാൽ ഈ നന്മകളുടെ തുടർച്ചകൾ ഉണ്ടാകണം. ഒരിക്കലും അവസാനിച്ചുകൂടാ, ഒരു നന്മക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൂടാ. നമ്മുടെ ശരീരത്തിൽ നിന്ന് അവസാന ശ്വാസം നിലക്കുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ നന്മകളിൽ നിന്ന് വിരാമം കുറിക്കാവൂ. ആ ഒരു ചിന്തയായിരിക്കണം ഈ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. ഇനിയുള്ള സമയങ്ങളും ഏറ്റവും ആവേശത്തോടുകൂടി നന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, റമദാനിന്റെ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ജീവിച്ച ഒരു വിശ്വാസി അവന്റെ ഹൃദയത്തെ വിപുലീകരിച്ചുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ചാൽ അവൻ വിജയിച്ചു. എന്നിട്ട് അവൻ തക്ബീർ ധ്വനികൾ, വദക്കറ സ്മ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ നാമം അവൻ സ്മരിക്കട്ടെ. അതാണ് തക്ബീർ ധ്വനികൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് മഹോന്നതൻ, നീയാണ് ഏറ്റവും വലിയവൻ എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഫസല്ല, 2 റക്അത്ത് നിസ്കരിക്കണം. പക്ഷെ അതിൻ്റെ അപ്പുറം അല്ലാഹു പറയാണ്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, പക്ഷേ അവർ ഭൗതികമായ ജീവിതത്തിൻ്റെ സ്വാധീന വലയത്തിലാണ്. കണ്ടോ, നമ്മൾ ആ പെരുന്നാളോട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. ശവ്വാലിൽ മൂടി വെച്ച, ശവ്വാലിൽ നമ്മൾ ഒതുക്കി വെച്ച, ശഅബാനിൽ നമ്മൾ ഒതുക്കി വെച്ച എല്ലാ തിന്മകളും വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. പിന്നെ അവർ ഈ ദുനിയാവിൻ്റെ സ്വാധീന വലയത്തിലായി. അല്ലാഹു പറയാണ്, വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ, അറിയണം നിങ്ങൾ ആഖിറത്താണ് ഖൈറായിട്ടുള്ളത്, അതേ അവശേഷിക്കുന്നതുമുള്ളൂ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോയ ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരെ നമ്മൾ മാറരുത്. ആഖിറത്തിലേക്ക് അവശേഷിക്കുന്ന നന്മകളുടെ വക്താക്കളായി നമ്മൾ മാറണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ല ഒരു ധാരണ, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഈ പരിവർത്തനം അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല.
അതോടുകൂടി സഹോദരങ്ങളെ, നമ്മുടെ ഈ റമദാനിൻ്റെ 29-30 ദിവസത്തെ ത്യാഗനിർഭരമായ ജീവിതം, അതിൻ്റെ എല്ലാ തേജസ്സും ഓജസ്സും നഷ്ടപ്പെടും. ഒന്നും കിട്ടൂല. റുബ്ബ സ്വായിം, എത്ര നോമ്പുകാരാണ്. ലൈസ മിൻ സുയാമിഹി ഇല്ല ദമഉ വല്ലത്തിഷ്, അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ ഒന്നുമില്ല. വറുബ്ബ ഖായിം, എത്ര നിന്നു നമസ്കാരക്കാരാണ്. അവരുടെ നിന്നു നമസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നല്ലാതെ ഒന്നുമില്ല. പടച്ചവന്റെ അടുത്ത് പ്രതിഫലമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ നല്ല ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കാൻ. ഇനി പ്രിയമുള്ളവരെ, പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും സുപ്രധാനം തക്ബീർ ധ്വനികളാണ്. ശവ്വാലിൻ്റെ പിറവി കണ്ടത് മുതൽ ഈദ്ഗാഹിൽ നിസ്കാരം കഴിയുന്നത് വരെ, ആ നിസ്കാര സമയം വരെ നമ്മൾ തക്ബീർ ധ്വനികളാണ്. ആ തക്ബീർ ധ്വനികൾ കേവലം നാവ് കൊണ്ടുള്ള ഒരു ശബ്ദം ഉണ്ടാക്കൽ മാത്രമല്ല, അതൊരു ജീവിതത്തിൻ്റെ ആദർശമായി സ്വീകരിക്കാൻ കഴിയാന്നുള്ളതാണ്. അതൊരു ജീവിതത്തിൻ്റെ ആദർശമായി സ്വീകരിക്കാൻ കഴിയാന്നുള്ളതാണ്. അതാണ് ആ തക്ബീറും. അത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിച്ചത് മുസല്ലയിലാണ്. ഒരൊറ്റ പ്രാവശ്യമാണ് പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിച്ചത്. അത് മഴ കാരണത്താലായിരുന്നു. അല്ലാത്ത എല്ലാ പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കരിച്ചത് അത് ഗ്രൗണ്ടിലായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ഒരു പെരുന്നാൾ നമസ്കാരത്തിലേക്ക് മുസ്ലിം സമൂഹത്തിലുള്ള എല്ലാവരും പുറപ്പെടണം എന്നാണ്. എല്ലാവരും പുറപ്പെടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാൻ. എത്രത്തോളം ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അമർന അൻ നുഖ്രിജൽ അവാതിക വൽ ഹയ്യള വദവാതിൽ ഖുദൂർ, ഹൈലുകാരികളായ സ്ത്രീകൾ മുസല്ലയിലേക്ക് വരണം. അതുപോലെ തന്നെ വീടുകളുടെ ഉള്ളുകളിൽ താമസിക്കുന്ന, പുറത്തുനിന്ന് അങ്ങനെ പുറത്തിറങ്ങാത്ത കന്യകമാർ, അവർ ഈദ്ഗാഹിലേക്ക് വരണം. അങ്ങനെ ഈദ്ഗാഹിലേക്ക് വന്ന് അവിടെ നടക്കുന്ന ഉത്ബോധനം അവർ കേൾക്കണം, നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? മുസ്ലിം സമൂഹത്തിലുള്ള എല്ലാവരും ഈദ്ഗാഹിന് പങ്കെടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, പെണ്ണുങ്ങൾ ആരും വരില്ല, ആണുങ്ങൾ ഇങ്ങനെ കുപ്പായം കൊണ്ടൊക്കെ എടുത്ത് വരും. അങ്ങനല്ല, എല്ലാവർക്കും ഉണ്ട്. ഹൈലുകാരികൾ വരെ മുസല്ലയിൽ വരണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹാബ വനിതകളൊക്കെ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സഹാബ വനിതകളുടെ അടുത്തേക്ക് ഒരു തുണിയും പിടിച്ചിങ്ങനെ വിട്ടിരുന്നു എന്നാണ്. എന്നിട്ട് സഹാബ വനിതകളോട് പറയുമായിരുന്നു, സ്ത്രീകളെ നിങ്ങൾ സ്വതക്ക ചെയ്യണം, നിങ്ങൾ സ്വതക്ക ചെയ്യണം. ഈദ്ഗാഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ അടുത്തേക്ക് ഒരു തുണിയും പിടിച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വിടുകയാണ്, നിങ്ങൾ സ്വതക്ക ചെയ്യണം, ഏറ്റവും കൂടുതൽ നരകത്തിൽ നിങ്ങളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. സഹാബ വനിതകൾ ഇങ്ങനെ കാതൊക്കെ പറിച്ചു കൊടുത്തു എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പിടിച്ച ആ തുണിയിൽ സഹാബ വനിതകളുടെ ആ ആഭരണങ്ങൾ പറിച്ചു കൊടുത്തതിൻ്റെ രക്തപ്പാടുകൾ അതിലുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അല്ല, പള്ളിയിലല്ല. പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞത് അവസാനത്തെ 10 റമദാന്റെ അവസാനത്തെ 10 പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞത്. അപ്പൊ മുസ്ലിം സമുദായം ഇവിടെ കൂടി, ഗ്രൗണ്ടിൽ കൂടി, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെരുന്നാളിന് ഗ്രൗണ്ടിൽ ഓടണം എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ നമ്മളെന്ത് പറഞ്ഞു? അല്ല, അപ്പൊ നമ്മൾ പള്ളിയിൽ കേൾക്കുള്ളൂ. അങ്ങനെ പള്ളിയിൽ കയറിയിരുന്നു നമ്മൾ. നേരെ ഇസ്ലാമിന്റെ വിപരീതം ചെയ്യണുള്ളൂ. എന്നാൽ പള്ളിയിൽ നിസ്കരിക്കൽ ഹറാമൊന്നുമല്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്തോ അത് സ്വീകരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കാരണം ഒരു പ്രാവശ്യം പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട് പെരുന്നാൾ. അല്ലാത്തതൊക്കെ പ്രിയമുള്ളവരെ ഈദ്ഗാഹിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളത്. മാത്രമല്ല, അതിൻ്റെ സുന്നത്തുകൾ ധാരാളം. ഒരു വഴി കൂടെ പോവുക, മറ്റൊരു വഴി കൂടെ വരിക. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് ഈദുൽ ഫിത്തറിന് നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകേണ്ടതെന്നാണ്. കുറച്ച് കാരൊക്കെ കഴിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമായിരുന്നത് എന്നാണ്. അതൊക്കെ ഈദുൽ ഫിത്തറിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. പുതുവസ്ത്രം ധരിക്കൽ, അത്തറ് പൂശൽ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്.
അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളും ഇവിടെ ഈദ്ഗാഹാണ് ഉണ്ടാകുക. 7 മണിക്ക് നമസ്കാരം തുടങ്ങും. 7 മണിക്ക് നിങ്ങൾ വരണമെന്നില്ല, 6:45 എത്തിയാൽ നിസ്കാരം കിട്ടുള്ളൂ. കാരണം അതിന്റെ സമയം പെരുന്നാളിന്റെ സമയം നമ്മളുടെ ഒഴിവുണ്ടാകുന്ന സമയമല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചില്ല. പെരുന്നാളിന്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ ഒന്നും നടത്തണ്ട, അതല്ല. അതിന്റെ ഏറ്റവും ഉത്തമമായ സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ ഉയരാകുക എന്നുള്ളതാണ്. ഉണ്ടോ? സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ ഉയരാകുക. സൂര്യൻ ഉദിച്ചൊരു 5 മിനിറ്റോ കഴിഞ്ഞാൽ നിർവഹിക്കാം. അപ്പൊ അതിനൊരു കുന്തത്തിന്റെ ഉയരാകും. അതാണ് അതിന്റെ നല്ല സമയം. നമ്മളൊരു 7 മണി എന്നുള്ളത് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി കുറച്ച് നീട്ടിയതാണ്. അതുകൊണ്ട് മാത്രമല്ല, നല്ല ചൂടുള്ള സമയമാണ്, നല്ല വെയിലാണ്. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ കുറച്ചെണ്ണം കഴിഞ്ഞാൽ നമുക്കത് നിർവഹിക്കാൻ കഴിയില്ല, അത്രയും ശക്തമായ ചൂടാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടെ കുടുംബങ്ങളെ മുഴുവൻ എടുത്തിട്ടായിരിക്കണം ഈദ്ഗാഹിലേക്ക് വരേണ്ടത്. നമ്മളിങ്ങനെ തുണിങ്കുപ്പായിട്ട് കുളിച്ച് പൗഡർ ഇട്ട് വരലല്ല, അതല്ല. ഇസ്ലാമിന്റെ ഈ ആഘോഷത്തിന്റെ ഇസ്സത്ത് മറ്റുള്ളവർ കാണുന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും, നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ എല്ലാവരും കെട്ടിയോടും കുട്ടികളും എല്ലാവരും എടുത്തിട്ടാണ് ഈദ്ഗാഹിൽ. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചത്. അതിന് നമുക്ക് സാധിക്കണം. ഇപ്പൊ കുറച്ച് നേരത്തെ എണീറ്റ് ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ 4:30 എണീക്കണവരാണ്, സുബഹിസ്കരിക്കാൻ വരുന്നവരാണ്. അത് കുട്ടികൾ നീക്കൂല, അത് ഓള് നീക്കൂല, മറ്റോള് നീക്കൂല. അതൊന്നും സുഹൃത്തുക്കളെ ദീനിന്റെ ഒരു കാര്യത്തിൽ ഒരു പ്രതിബന്ധാകാൻ പാടില്ല. നമ്മളെല്ലാവരും ഇവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് അവിടെ ഗ്രൗണ്ടിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത്. അത് തലേ ദിവസം തന്നെ അത് നമ്മൾ റെഡിയാക്കണം. അതിന്റെ സംവിധാനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ നമ്മൾ ഈദ്ഗാഹ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ആ കൃത്യസമയം പാലിച്ചുകൊണ്ട് അവിടെ എത്താൻ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതാണ് നമ്മൾ നോക്കേണ്ടത്. നാട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെ നടത്തുന്നത്, നാട്ടിൽ നടക്കണമെന്ന് ദീനുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോമ്പെടുത്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചു, ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാകുക, ബന്ധങ്ങൾ സുദൃഢമാക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈദ്ഗാഹിൽ നടത്തപ്പെടുന്ന ഉദ്ബോധനത്തിൽ വിശദീകരിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഏറ്റവും ഉത്തമരായ നോമ്പുകാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അല്ലാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടങ്ങളിലും ഇടപാടുകളിലും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم